പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു ഇങ്ങനെ റോഡിൽ ചെക്കിങ്ങിന് നിൽക്കുന്ന സമയത്തായിരിക്കും നവ്യ അബിയും കൂടെ നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുന്നത് കേട്ടോ. അപ്പോൾ നന്ദുവിനോട് നവ്യ ചോദിക്കുകയാണ്, നീ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞോ മോളേന്ന്. അപ്പോൾ എന്താ ചേച്ചിന്ന് നന്ദു ചോദിക്കുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നീയും അനിയും കൂടെ അനീനെ കാണാതെ ആയ സമയത്തുണ്ടായ ആ വീഡിയോ ഉണ്ടല്ലോ, അത് ഇങ്ങനെ അനിയുടെ അമ്മ മുത്തശ്ശനെ കൊണ്ടുപോയി കാണിച്ചു എന്ന് പറയൂ കേട്ടോ. അനാമിക പിണങ്ങിപ്പോയ ദേഷ്യത്തിലാണ് അമ്മായി അത് മുത്തശ്ശനെ കൊണ്ടുപോയി കാണിച്ചതെന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അമ്മായിനെ കുറ്റം പറയാൻ പറ്റില്ല, ഇങ്ങനെ അനാമിക അങ്ങനെ അത്ര വലിയ കുഴപ്പക്കാരിയൊന്നുമല്ല, അതുപോലെയാണല്ലോ അനി അവളെ അവഗണിക്കുന്നത്. അപ്പോൾ അത് ഏതൊരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റാവുന്ന കാര്യമൊന്നുമല്ല എന്ന് പറയൂ കേട്ടോ. പിന്നീട് നിനക്ക് ആദർശേട്ടൻ്റെ കാര്യമൊക്കെ അറിയാലോ എന്നിങ്ങനെ നവ്യ ചോദിക്കുകയാണ്. അയാൾ വലിയൊരു തെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്, ഏട്ടനെ അതുപോലെ പകർത്തുന്ന ആളാണ് അനിയൻ. അപ്പോൾ അതുപോലെ തന്നെ അഭി പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ആദർശേട്ടന് ഇപ്പോൾ ഫലത്തിൽ 2 ഭാര്യമാരുണ്ട്, അപ്പോൾ അവനും തോന്നിക്കാണും അവനും 2 ഭാര്യമാർ വേണം എന്നുള്ളതെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ആ വീഡിയോ കണ്ട എല്ലാവരും ഇങ്ങനെ അനിയനെ തന്നെ ആയിരിക്കുമല്ലോ കുറ്റപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ആ വീഡിയോ കണ്ടവർ ഇപ്പോൾ എന്നെയും കൂടെ പ്രതിയാക്കുന്നുണ്ടാവും എന്ന് പറയൂട്ടോ. അപ്പോൾ നിനക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ, അതുകൊണ്ട് അനി നിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ അവനെ ആട്ടി പായിക്കണം എന്നൊക്കെയാണ് കേട്ടോ നവ്യ അങ്ങനെ നന്ദുവിന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ആദർശ് തെറ്റ് ചെയ്തു എന്നിങ്ങനെ വീണ്ടും ഇങ്ങനെ നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു, ചേച്ചി പറയുന്ന പോലെ ഒരു തെറ്റ് ആദർശേട്ടൻ ചെയ്തു എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല, അതിൻ്റെ പിറകെ പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തത് ആരാന്നൊക്കെ എനിക്ക് ഇങ്ങനെ തെളിയിക്കാനായേക്കും എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊക്കെ തെറ്റ് ചെയ്യുന്ന ആദർശേട്ടനെയാണല്ലോ ഇപ്പോഴും ഇങ്ങനെ നീയും അച്ഛനും അമ്മയൊക്കെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാൽ പിന്നെ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നീ എന്താ തെളിയിക്കാത്തത്, അതുവരെ ഞാൻ അയാൾ തെറ്റ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ നവ്യ പറയുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ അയാൾ എടുക്കുന്നത് പോലും ഇഷ്ടമല്ല ഇപ്പോൾ, പിന്നെ ഒരു വീട്ടിലായി പോയില്ലേ ഞങ്ങളുടെ താമസം, ഇപ്പോൾ കാണാതിരിക്കാനും പറ്റില്ലല്ലോ, അയാൾ നൈനയുടെ ഭർത്താവായും പോയില്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഇനി നിൻ്റെ ഡ്യൂട്ടി ഞങ്ങൾ തടസ്സപ്പെടുത്തുന്നില്ല, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും കേട്ടോ. പിന്നീട് ആ വീഡിയോ ഇനിയിപ്പോൾ അനിയുടെ മുത്തശ്ശനും കണ്ടു, അതുപോലെ തന്നെ വീട്ടിലുള്ളവരും കണ്ടു, ഇനിയിപ്പോൾ പുറത്തുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിൻ്റെ ഭാവിനെ ആയിരിക്കും അത് ബാധിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ചേച്ചി എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് നാട്ടുകാരുടെ നല്ല സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ആരെന്നെ പുച്ഛിച്ചാലും തള്ളിക്കളഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നന്ദു പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പിന്നെ നവ്യനെ വിളിച്ചുകൊണ്ട് അബി അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് ജാനകിയാണെങ്കിലും അജയൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അജയേട്ടാ നിങ്ങളൊരു അച്ഛനാണോ, സ്വന്തം മകൻ ഒരു തോന്നിയാസം ചെയ്തിട്ട് അതിന് കൂട്ടു നിൽക്കുന്ന ഒരു അച്ഛൻ എന്നിങ്ങനെ പറയൂട്ടോ. അപ്പോൾ അവൻ എന്ത് തോന്നിയാസം ചെയ്തു എന്നാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ മകൻ ചെയ്ത തോന്നിയാസം ഒന്നും അജയേട്ടൻ കണ്ടില്ലേ, ഒരു പബ്ലിക് പ്ലേസിൽ വെച്ചിട്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് പറയൂട്ടോ. ആ സമയത്ത് തന്നെ അജയൻ പറയുന്നുണ്ടായിരുന്നു, അതിനേക്കാളും എത്രയോ തരം താഴ്ന്ന പരിപാടിയാണ് നിൻ്റെ മരുമോള് ചെയ്തതെന്ന് പറയട്ടെ. അപ്പോൾ അവൾ എന്ത് ചെയ്തു എന്ന് അജയേട്ടൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ അച്ഛനോടും അമ്മേനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ നീയും അറിഞ്ഞിട്ടില്ല കാര്യങ്ങളെന്ന് പറയട്ടോ. ഏട്ടത്തി വിഷം കലർന്ന പാല് കുടിച്ച് ഹോസ്പിറ്റലായപ്പോൾ നീ പറഞ്ഞായിരുന്നല്ലോ നൈനിയാണ് പാലിൽ വിഷം ചേർത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, പക്ഷേ അവിടെ അനാമിക അവളുടെ അമ്മയും കൂടിയാണ് ആ പാലിൽ വിഷം ചേർത്തിരുന്നത്, ഏട്ടത്തിനെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, നവ്യയുടെ കുഞ്ഞിനെ വയറ്റിലേക്ക് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയട്ടോ. ഓ നല്ല കഥയായിട്ടുണ്ട്, ഇതും അവൾ നെയ്തെടുത്ത കഥയായിരിക്കും, ഇങ്ങനെ മൂർത്തീസ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവൾ ഇതുപോലുള്ള കഥകളൊക്കെ പഠിച്ചെടുക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാനിതൊന്നും വിശ്വസിക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം ഞാൻ നല്ലൊരു പെൺകുട്ടിയാണ് നൈന, അങ്ങനെ അവളെക്കുറിച്ച് വേണ്ടാത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കരണത്തടിക്കാനും ഞാൻ മടിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ കരണത്തടിച്ചോ, എന്നാലും എനിക്ക് കുഴപ്പമില്ല, ഇതിന് മുൻപും ചെയ്തിട്ടുണ്ടല്ലോ, എന്നാലും ഞാൻ പറയാനുള്ളതെല്ലാം പറയും എന്ന് പറയൂട്ടോ. ആദർശ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോവാതെ സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന അവളാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവേണ്ടത്, അവളാണ് ഇവിടുത്തെ കൊടും വിഷമെന്ന് പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് അങ്ങ് പോകട്ടോ. അപ്പോൾ അജയനാണെങ്കിലും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് ജലജിയാണെങ്കിൽ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി പ്രതിരൂപത്തിനോട് തന്നെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ വിചാരിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്, ഏത് നിമിഷം അനന്തപുരിയിലൊരു ബോംബ് വീഴും, ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ ബോംബ് നിർമ്മിച്ചിട്ട് അത് ഇടും എന്നല്ലേ പറയുള്ളൂ, എന്തായാലും അനന്തപുരിയിൽ ഉടനെ തന്നെ ഒരു അണുബോംബ് വീഴും എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഒറ്റയ്ക്ക്. അപ്പോൾ ജാനകി എവിടേക്ക് വരുമ്പോൾ തന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു, എനിക്കിങ്ങനെ ആകെ ദേഷ്യം വരികയാണ്, എന്തൊരു വീടാണ് ജാനകി ഇത്, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിരൂപത്തിനോട് തന്നെ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു, എന്നെ തന്നെ വഴക്ക് പറയുമായിരുന്നു, ഇത് എന്തൊരു വീടാ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ പിന്നീട് ജാനകിയാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു,
അന്ന് വിഷം കലർന്ന പാല് കുടിച്ച് ഏട്ടത്തി ഹോസ്പിറ്റലിലാവാൻ കാരണം ഇപ്പോൾ എൻ്റെ മരുമോളും അവളുടെ അമ്മയും കൂടിയാണെന്നാണ് പറയുന്നത്. അതും നവ്യയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് അനാമിക മോളും അവളുടെ അമ്മയും കൂടെ പാലിൽ വിഷം ചേർത്തെന്നൊക്കെയാണ് അജയേട്ടൻ പറയുന്നതെന്ന് പറയട്ടോ. അപ്പോൾ അജയേട്ടനോട് ഈ കള്ളൊക്കെ ആരാ പറഞ്ഞ് കൊടുക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ വേറെ ആരാ മറ്റോ ആരുമല്ല, ഇവിടുത്തെ ഇങ്ങനെ പേരെടുത്ത ഡിസൈനർ തന്നെയെന്ന് പറയട്ടോ. അപ്പോൾ ഓണത്തിന് ഇപ്പോൾ അവൾ ഒരുപാട് ഇങ്ങനെ ഡിസൈൻ വരച്ച് പണം കളക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇപ്പോൾ അവളെല്ലാവരും കൂടെ ആകാശത്തും തലയിലും ഒക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജലജയാണെങ്കിലും കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഏതെങ്കിലും മരുമോൾക്ക് കയറി വരാൻ യോഗ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് നിൻ്റെ മരുമോൾക്ക് മാത്രമാണ്, ബാക്കി രണ്ടുപേരും ഇങ്ങനെ വേസ്റ്റ് ആണെന്ന് പറയട്ടെ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മരുമോളിപ്പോൾ അവളുടെ സ്വഭാവം കുറച്ചൊക്കെ മാറ്റിക്കൊണ്ടാണ് ഞാൻ അവളുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമോളെ തള്ളിക്കളയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ തള്ളിക്കളയരുത് എന്ന് ജലജയും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് അനിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വയ്ക്കണം എന്ന് ജലജ പറയുന്നുണ്ട് കേട്ടോ ജാനകിനോട്. ഇനിയിപ്പോൾ നന്ദും അനിയും തമ്മിൽ ഒരിക്കലും ചാറ്റാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ജാനകി അത് മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു ജലജേനോട്. അത് കഴിഞ്ഞ് പിന്നീട് അനിയുടെ അടുത്തേക്കാണ് കേട്ടോ ജാനകി ചെല്ലുന്നത്. അപ്പോൾ അനിയാണെങ്കിലും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു എന്ന് അനി പറയുമ്പോൾ, അതൊന്നല്ല, നിൻ്റെ മനസ്സിൽ എപ്പോഴും അവളാണല്ലോ ആ നന്ദു, അവളെ ആലോചിച്ചുകൊണ്ടിരിക്കുകയല്ലേ നീ എന്ന് പറയും കേട്ടോ. അപ്പം അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ അനി ചോദിക്കുന്നുണ്ടായിരുന്നു. പനിയുടെ കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഉണ്ടല്ലോ, അതങ്ങ് പിടിച്ച് പറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ വേണ്ടത് ഇതാണെന്ന് പറയും കേട്ടോ. അതെന്തിനാ അമ്മയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുണ്ടായതുകൊണ്ടാണല്ലോ നീ ഏത് സമയം അവളെ വിളിക്കുന്നതും അതുപോലെ തന്നെ ഇതിൽ നിറയെ അവളുടെ ഫോട്ടോസും ആയിരിക്കുമല്ലോ, നീയും അനാമിക മോളും തമ്മിലുള്ള ഒരു ഫോട്ടോ ഇതിലില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ജ്വല്ലറിയിൽ നിന്നൊക്കെ വിളി വരും, അപ്പോൾ എനിക്ക് ഇങ്ങനെ മൊബൈൽ വേണം എന്ന് പറയുമ്പോൾ, അങ്ങനെ വിളി വരുന്ന സമയത്ത് നീ ലാൻഡ് ഫോണിൽ സംസാരിച്ചാൽ മതി, ഞങ്ങളൊക്കെ ഇങ്ങനെ ഫോണില്ലാതെ തന്നെയാണ് ജീവിച്ചിരുന്നത്, ഇപ്പോഴല്ലേ ഈ ഫോൺ ഉണ്ടായത്, ഇതാണ് ചെറുപ്പക്കാരെ മുഴുവൻ കേടുവരുത്തുന്ന യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അതെന്തായാലും നിൻ്റെ കയ്യിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് മൊബൈൽ കൊടുക്കുന്നില്ല കേട്ടോ. അനിയാണെങ്കിലും അത് ചോദിക്കുന്നുണ്ട്, പക്ഷേ അത് കൊടുക്കുന്നില്ല, ഇനിയിപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനി തിരിച്ച് ചോദിക്കുന്നുണ്ട്, അമ്മ അപ്പം മൊബൈൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ അത്യാവശ്യത്തിന് മാത്രമാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത്, ഇത് അതുപോലെയല്ലല്ലോ, ഇതിനെപ്പോലെയുള്ള ചെറുപ്പക്കാരാണ് ഇത് മിസ്യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് എൻ്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അനിയുടെ മൊബൈലും കൊണ്ട് അങ്ങ് അകത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിലും ആകെ ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു നവ്യ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അനി ഇങ്ങനെ അടുത്തേക്ക് വരുന്ന സമയത്ത് നീ അവനെ ആട്ടിപ്പായിക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അനീനൊന്ന് വിളിക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നന്ദുവിനാണെങ്കിലും മൊബൈൽ കയ്യിൽ തന്നെ ഉണ്ട്. പിന്നീട് ദേവ്യാനി നൈനി ഇങ്ങനെ ഇരിക്കുന്നിടത്തേക്ക് ജാനകി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അനിയുടെ മൊബൈൽ അങ്ങ് വാങ്ങിച്ചു, ഇനി അവൻ നിൻ്റെ അനിയത്തിനെ വിളിക്കുന്നത് എനിക്കൊന്ന് കാണണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതിനെന്തിനാ നീ അവൻ്റെ മൊബൈൽ വാങ്ങിച്ചത്, അവനൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, അവൻ എപ്പോഴും ഇങ്ങനെ വിളി വരും എന്ന് പറയും കേട്ടോ. ഇനിയിപ്പോൾ അവൻ കുറച്ച് ദിവസം ഇങ്ങനെ മൊബൈലില്ലാതെ ബിസിനസ് ചെയ്താൽ മതിയെന്ന് ജാനകിയും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, അവൻ്റെ മൊബൈലൊന്ന് ഓണാക്കി നോക്കി, അത് നിറയെ നന്ദുവിൻ്റെ ഫോട്ടോസാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, ഒരുത്തിയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങുകയാണ്, ഇളയ സന്താനത്തിനെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അവൻ അവിടെ ചെന്ന സമയത്ത് അവന് വല്ല കൈവശം കൊടുത്തോന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അതിന് പറയുന്നുണ്ടായിരുന്നു, കൈവശം എന്നൊന്നില്ല ഇളയമേ, പലപ്പോഴും നമ്മുടെ നാവ് തന്നെയാണ് കൊടും വിഷമാവുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അനിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഇളയവൾ ഇങ്ങോട്ട് വരില്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും അവളും കൂടി ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് പദ്ധതി ഒരുക്കുകയാണെന്നൊക്കെ ജലജ അതിൻ്റെ ഇടയിൽ കൂടെ പറയുമ്പോൾ, ആര് ഒരുക്കിയെന്നാണ് നീ പറയുന്നത്, ഈ പറയുന്ന നൈനമോളാണ് അതിനെ കൂടുതലും എതിർക്കുന്നത്, പിന്നെ മോളുടെ അച്ഛനും അമ്മയ്ക്കും അതിനോട് ഒട്ടും താല്പര്യമില്ല, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണെന്ന് ഇങ്ങനെ ദേവ്യാനി പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കറക്റ്റായിട്ടാണ് അനിയുടെ ഫോണിലേക്ക് നന്ദു വിളിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ജാനകി പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ അനിയത്തി നന്ദു ആണ് വിളിക്കുന്നത്, നീയല്ലേ പറഞ്ഞത് ഏത് സമയവും അനിയാണ് അവളെ അങ്ങോട്ട് വിളിക്കുന്നതെന്ന്, ഇപ്പോൾ അവളെന്തിനാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് അനീനെ. അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അനിയുടെ ഫോണാണ്, ഇതിലേക്ക് നന്ദു ആണ് വിളിക്കുന്നത്, ഇതെടുത്തിട്ട് അച്ഛൻ തന്നെ ഒരു മറുപടി പറയുമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ്റെ കയ്യിലേക്ക് ആ ഫോൺ അങ്ങ് കൊടുക്കും കേട്ടോ. മുത്തശ്ശൻ കോളെടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ നന്ദു ആണെന്ന് പറയും. അപ്പോൾ അത് മനസ്സിലായി ഞാൻ അനിയുടെ മുത്തശ്ശനാണെന്ന് മുത്തശ്ശനും പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ക്യാമ്പിൽ തുടരാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഒരു ദയാദാക്ഷിണ്യം കൂടാതെ അവിടുത്തെ ട്രെയിനറെ മാറ്റിയാണ് ഞാൻ ചെയ്തത്. അതുപോലെ തന്നെ മോള് ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മോൾക്ക് അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ പോസ്റ്റിംഗ് വാങ്ങിച്ചു തന്നത് ഞാൻ തന്നെയാണ്. ചെയ്ത കാര്യങ്ങൾ വിളിച്ച് പറയല്ല, മോളിങ്ങനെ അങ്ങനെ ചെയ്തതുകൊണ്ട് ഇപ്പോൾ മോളിങ്ങനെ അത് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഉണ്ടെന്ന് പറയാം. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അടുത്തുള്ള സ്റ്റേഷനിൽ ആയതുകൊണ്ട് തന്നെ മോൾക്ക് എപ്പോഴും വീട്ടിൽ പോകാനും അതുപോലെ തന്നെ മോളുടെ അച്ഛനും അമ്മയ്ക്കും മോളെപ്പോഴും
കാണാനും വേണ്ടിയിട്ടാണ്. പക്ഷേ അത് മാത്രമല്ല, അനിയും മോളും തമ്മിൽ എപ്പോഴും കാണും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവിടെ വീട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയും കേട്ടോ. അനി അനാമികയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരൊരു വീട്ടിൽ രണ്ടായിട്ട് കഴിയുന്നതിന് ഇങ്ങനെ ഒരു പരിധി വരെ കാരണം മോളും അനിയൊക്കെ തന്നെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അനി എങ്ങനെയും നടന്നോട്ടെ, പക്ഷേ മോള് കാരണം അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് കോള് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നന്ദുവിനാണെങ്കിലും ആകെ വിഷമാവുന്നുണ്ടായിരുന്നു മുത്തശ്ശനെ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക്. പിന്നീട് ജലജ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ പറയാനുള്ളതെല്ലാം അവളോട് പറഞ്ഞു. ഇനിയും അവൾ അനിയുടെ പിന്നാലെ നടക്കുകയാണെങ്കിൽ അച്ഛൻ്റെ വാക്കിനും അവൾ വില കൽപ്പിക്കില്ല എന്ന് വേണം കരുതാനെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അതിന് അവൾ അനിയുടെ പിറകെ നടക്കുന്നില്ലല്ലോ അപ്പച്ചി എന്ന് പറയും കേട്ടോ. അപ്പോൾ ആര് പറഞ്ഞു നടക്കുന്നില്ല എന്നുള്ളത് എന്നിങ്ങനെ ജാനകി ചോദിക്കുകയാണ്. അതല്ല, അതിനപ്പുറം നടക്കുന്നുണ്ട് എന്ന് പറയട്ടോ, നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടിയാണ് നന്ദു, അതുകൊണ്ട് എൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്ന തന്നെയാണ് ഞാനും വിചാരിക്കുന്നത് എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അതുപോലെ തന്നെ അനിയനെ നന്നായിട്ട് ഉപദേശിക്കണം. അനിയനെ ഇങ്ങനെ ദേഷ്യത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയല്ല വേണ്ടത്, സ്നേഹത്തോടെ ഉപദേശിക്കണം. അതുപോലെ തന്നെ നിൻ്റെ മരുമോളും കുറച്ചൊക്കെ ഇങ്ങനെ മരുമോളുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ദേവയാനി സ്നേഹത്തോടെ അവൾക്കൊരു നെക്ലേസ് കൊടുത്തു. അത് അവളെ കൊണ്ടുപോയി അവളുടെ അച്ഛന് കൊടുത്ത് വല്ല പലിശക്കാർക്കും മറ്റു കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു, അത് മാത്രമല്ലല്ലോ, ഏതൊരു പ്രോപ്പർട്ടി കൊണ്ടുപോയി കാണിച്ചിട്ട് വീട് വെക്കാനാണെന്ന് പറഞ്ഞു. അതിപ്പോൾ വേണുവിൻ്റെ അല്ല എന്നല്ലേ പറയുന്നതെന്ന് പറയും. നമുക്ക് സ്വത്തിനും പണത്തിനോടൊന്നും ആർത്തില്ലാത്തതുകൊണ്ട് അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നും വെക്കാം. പക്ഷേ മരുമകളും മകനും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ കുടുംബത്തെ സ്നേഹിക്കുന്ന പെൺകുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ മരുമോൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഭാഗം മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ മുത്തശ്ശൻ പറയൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്